2020 തൃക്കാക്കര നിയോജക മണ്ഡലം ഓഫീസ് കാക്കനാട് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഉദ്ഘാടനം 2020 ഉപാധ്യക്ഷൻ വി ഗോപകുമാർ നിർവഹിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര നഗരസഭയുടെ എല്ലാ ഡിവിഷനിലും 2020 സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് 2020 ഭാരവാഹികൾ നന്മ 24 പറഞ്ഞു. 2020 പാർട്ടിയുടെ തൃക്കാക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനമായിരുന്നു ഇന്നിവിടെ നടന്നത്, പാലച്ചോട് ജംഗ്ഷനിൽ. ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി. പക്ഷേ ഏറ്റവും മോശമായ അല്ലെങ്കിൽ വികസന മുരടിപ്പുള്ള, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും തന്നെ ചെയ്യാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരിക്കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ട്, അത് ഹെൽത്ത് കമ്മിറ്റി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വികസന സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയിക്കൊള്ളട്ടെ, എല്ലാത്തിലും അഴിമതി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർക്കും അഴിമതി കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണമാണ് ഇന്ന് തൃക്കാക്കരയിലുള്ളത്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ 43 ഡിവിഷനുകളിലും ഇനി വരുന്ന ഡീലിമിറ്റേഷനും കൂടെ വരുന്ന 5 ഡിവിഷനുകളടക്കം 48 ഡിവിഷനുകളിലും 2020 പാർട്ടി വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള അഴിമതി രഹിത നന്മയുടെ രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് വെച്ച് മത്സരിക്കും. നമ്മളുടെ ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യം അഴിമതി രഹിതമായ വികസനം എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ കുറ്റകൃത്യങ്ങളില്ല. അവിടെ സന്തോഷത്തിൻ്റെ മേഖല അല്ലെങ്കിൽ നാടിൻ്റെ മാനസികാരോഗ്യ നില വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു. എല്ലാ തരത്തിലും ശാന്തിയും സമാധാനവും സംതൃപ്തിയും കൈവരുന്ന മാവേലി നാട് വാണിരുന്ന ഒരു കാലം ഈ നാട്ടിൽ നമുക്ക് അഴിമതി ഇല്ലെങ്കിൽ മാത്രം സംജാതമാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച പ്രസ്ഥാനമാണ് 2020. തൃക്കാക്കര മുനിസിപ്പാലിറ്റി എടുത്താൽ തന്നെ ഏറ്റവും അധികം അഴിമതിയും സ്വജനപക്ഷപാതവും അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയുമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര. ഈ IMG ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓപ്പൺ ജിമ്മ് പണിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽപ്പെട്ടു. കാരണം നമുക്കൊരു മുൻകാഴ്ച ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. തൊട്ടടുത്ത് നമുക്കൊരു നല്ലൊരു പാർക്കുണ്ട്. ആ പാർക്കിലേക്ക് ഓപ്പൺ ജിം മാറ്റിയാൽ ഇത് കുറച്ചുകൂടി റോഡ് വൈഡൻ ചെയ്ത് നമുക്ക് 1 വേ സിസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള 2 വേ സിസ്റ്റോ, കാരണം ഇൻഫോ പാർക്കിൽ നിന്നും പെരുമ്പാവൂർ മേഖലയിൽ നിന്നും എറണാകുളം മേഖലയിൽ നിന്നും ഒക്കെ വരുന്ന വണ്ടികൾ അവിടെ വന്നൊരു ഗതാഗത കുരുക്കുണ്ട്. അവിടെ സ്ഥലമുണ്ട്, അതെടുത്ത് ഒന്ന് വികസിപ്പിക്കാൻ ഇത്രയും വർഷങ്ങളായിട്ട് അത് സാധിച്ചിട്ടില്ല. ഞങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അതായത് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മുതലുള്ള കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മുതൽ അനുഭവിക്കുന്ന ആ വെപ്രാളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെയധികം താമസിച്ചാണ് അവർക്ക് സ്കൂളിലെത്താനും പറ്റുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. അവരുടെ മാതാപിതാക്കൾ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നു. ഈ വലിയ ഗതാഗത കുരുക്കിൽ ഒരു സമയത്തും അവർക്ക് വീട്ടിൽ സമയത്തിനെത്താൻ പറ്റുന്നില്ല. നമ്മൾ വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് നന്മയുടെ രാഷ്ട്രീയമാണ്. എല്ലാവരെയും ഒന്നാക്കി, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം എതിരിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഒരു വികസനത്തിന് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാടിനെ, ആ ഗ്രാമത്തിനെ എങ്ങനെ നമുക്ക് ഉന്നതിയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കൂട്ടായ്മയോടെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് 2020. നമുക്കറിയാം 2020 പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു നന്മയുടെ രാഷ്ട്രീയം, ക്ഷേമ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ്. അത് നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ, അത് കിഴക്കമ്പലമായിക്കൊള്ളട്ടെ, ഐക്കരനാടടക്കം കുന്നത്തനാടടക്കമുള്ള എല്ലാ ഭരിക്കുന്ന പഞ്ചായത്തുകളിലും, ബ്ലോക്ക് പഞ്ചായത്തിലും, ജില്ലാ ഡിവിഷനുകളിലുമൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് നന്മയുടെ രാഷ്ട്രീയമാണ്. എല്ലാവരെയും ഒന്നാക്കി, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം എതിരിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഒരു വികസനത്തിന് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാടിനെ, ആ ഗ്രാമത്തിനെ എങ്ങനെ നമുക്ക് ഉന്നതിയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കൂട്ടായ്മയോടെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് 2020. ഇപ്പോൾ നമ്മൾ ഇത്രയും ഒരു രണ്ടാമത്തെ ടൈമിൽ 2020 കിഴക്കമ്പലത്ത് ഭരിക്കുമ്പോൾ 39 കോടി രൂപയോളം നമുക്ക് അധികമായി മാറ്റിവെക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ആലോചിച്ച് നോക്കൂ, ഇതുവരെ കേരളത്തിലൊരു പഞ്ചായത്ത് പോലും നമുക്ക് അതുപോലെ മിച്ചമുണ്ടാക്കി വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ നാട്ടിൽ നമുക്ക് അത്രയും തുക മാറ്റിവെക്കാൻ കഴിഞ്ഞത് അത്ഭുതകരമായി ചിലക്ക് തോന്നും. എല്ലാ വികസനവും നടത്തിയ ശേഷമാണ് നമ്മൾ ആ തുക മാറ്റിവെക്കുന്നത്. ഇക്കാലം അത്രയും ഇപ്പോൾ 39 കോടി രൂപ ആരെടുത്തു എന്ന് ചോദിച്ചാൽ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ അവരിത് അഴിമതിയിൽ കരഗതമാക്കുകയായിരുന്നു. അഴിമതി നിരോധിച്ചാൽ മാത്രം നമുക്ക് രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് 2020 ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയം.
വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും 1000-ഓളം വീടുകൾ നമ്മൾ പണിത് കൊടുത്തു. ഒപ്പം തന്നെ എല്ലാ വീടുകളുടെയും മെയിൻ്റനൻസ് വർക്ക് നമ്മൾ നടത്തി കൊടുത്തു. കക്കൂസുകളില്ലാത്ത എല്ലാ വീടുകൾക്കും കക്കൂസുകൾ പണിത് കൊടുത്തു. ഓരോ വ്യക്തിയെയും അതുപോലെ തന്നെ ആ സമൂഹത്തെ ഒന്നാകുകയും ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന പാർട്ടിയായി 2020 മാറി. ഇന്ന് കിഴക്കമ്പലത്തും അതുപോലെ നമ്മൾ ഭരിക്കുന്ന 5ഓളം പഞ്ചായത്തുകളിൽ വളരെയധികം ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് വികസനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് റോഡായിക്കൊള്ളട്ടെ, പശ്ചാത്തല വികസനങ്ങളായിക്കൊള്ളട്ടെ, തോടായിക്കൊള്ളട്ടെ, കുടിവെള്ളമായിക്കൊള്ളട്ടെ, മാലിന്യ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അങ്ങനെ ഏതും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ 2020 പാർട്ടി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മികവുറ്റ ഭരണമാണ് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് തൃക്കാക്കര നിയോജകമണ്ഡലത്തിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്ന് തൃക്കാക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയോട് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇത് പാർട്ടിയുടെ 32ാമത്തെ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഈ നന്മയുടെ രാഷ്ട്രീയം വ്യാപിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ, വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ എല്ലാം ഇന്ന് 2020 പാർട്ടിയെ സഹർഷം സ്വീകരിക്കുന്ന സാഹചര്യമാണ്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ 43 ഡിവിഷനുകളിലും ഇനി വരുന്ന ഡീലിമിറ്റേഷനും കൂടെ വരുന്ന 5 ഡിവിഷനുകളിലടക്കം 48 ഡിവിഷനുകളിലും 2020 പാർട്ടി വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള അഴിമതിരഹിത നന്മയുടെ രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് വെച്ച് മത്സരിക്കും. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഭരണം ജനങ്ങൾ 2020 ഏൽപ്പിച്ചാൽ തീർച്ചയായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് രാഷ്ട്രീയം ഉപജീവന മാർഗമായി കാണാത്ത ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് നേതാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സദ്ഭരണം അത് കേരളത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ കാഴ്ചവെക്കാൻ 2020 തയ്യാറെടുക്കുകയാണ്. അത് ഇത്തവണ തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും കൊച്ചിൻ കോർപ്പറേഷനിലും ഇത്തവണ എല്ലാ ഡിവിഷനുകളിലും 2020 പാർട്ടി മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്നവർ, IT മേഖലയിലുള്ളവർ ഇൻഫോ പാർക്കിലേക്കും ബാക്കിയുള്ളവർ എറണാകുളത്തേക്കും പോകണമെങ്കിൽ IMG ജംഗ്ഷനിലുണ്ടാകുന്ന ഒരു ഗതാഗത കുരുക്ക് രാവിലെ 8 മണിക്ക് ആരംഭിച്ചാൽ രാവിലെ 11 മണി വരെ ഗതാഗത കുരുക്കിൽ അവർക്ക് സമയത്ത് ഓഫീസിൽ ഈവൻ കളക്ട്രേറ്റിൽ പോലും ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം എത്രയോ നാളുകളായി ജനങ്ങൾ പറയുന്നു, ഇത് ഇതേവരെ നടപ്പിലാകുന്നില്ല. ഒരു വൺ വേ സിസ്റ്റം എങ്കിലും കൊണ്ടുവന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും. നമ്മളുടെ ഹെൽത്ത് സെൻ്ററിൽ നല്ലൊരു ലാബ് പ്രവർത്തിച്ചിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ 70% കുറച്ചാണ് അവിടുത്തെ ലാബ് ബില്ല് വന്നുകൊണ്ടിരുന്നത്. അത് പഴയ ഭരണസമിതി കൊണ്ടുവന്നു, പുതിയ ഭരണസമിതി വന്നപ്പോൾ അത് എടുത്തു കളഞ്ഞു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒരാൾ കൊണ്ടുവരും, മറ്റൊരാൾ എടുത്തു കളയും. അതുപോലെ തന്നെ കോടികൾ മുടക്കി ഒരു മാർക്കറ്റും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും അവിടെ കൊണ്ടുവന്നു. എന്ത് നടന്നു? ഇപ്പോഴും ആ ഷോപ്പിംഗ് കോംപ്ലക്സ് 5 വർഷമായിട്ട് ഉദ്ഘാടനം നടന്നതല്ലാതെ അതൊന്ന് തുറന്ന് പ്രവർത്തിക്കുകയോ അതിൽ നിന്ന് 1 രൂപ വരുമാനം ഈ മുനിസിപ്പാലിറ്റിക്ക് നേടാനോ ആരും ശ്രമിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം, എത്രയോ വാട്ടർ ടാങ്കറുകളാണ് ഓരോ ഫ്ലാറ്റുകളിലേക്കും പോകുന്നത്. ഇവിടെ മാലിന്യ പ്രശ്നങ്ങൾ അത് വേറൊരു വഴിക്ക് കിടക്കുന്നു. ഇതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം നമുക്കിവിടെ ഉണ്ടാവുന്നില്ല. ഒരു ബേസിക് ടൗൺ പ്ലാനിംഗ് സിസ്റ്റം 2017 ഇൻഫോ പാർക്ക് തുടങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കിയ ഒരു ബേസിക് ടൗൺ പ്ലാനിംഗ് സിസ്റ്റം അത് 5 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും റിന്യൂ ചെയ്ത് അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് നാട് ഓടുന്നതിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ അവിടെ വരുന്ന വികസന പ്രവർത്തനങ്ങൾ വരുന്നതനുസരിച്ച് അത് കൂട്ടിക്കൊടുക്കണം. ബേസിക് നീഡ്സ്, റോഡുകളുടെ കാര്യം വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഇന്നിവിടെ ഉള്ളത്. എന്തായാലും എല്ലാ മേഖലകളിലും ഇന്ന് തൃക്കാക്കരയെ സംബന്ധിച്ചോളം ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എന്തായാലും ഇതിനൊക്കെ ജനങ്ങൾ കൂടെ നിന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു തീർച്ചയായും ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ സാധിക്കും. അത് ഇടതോ വലതോ ആര് ഭരിച്ചാലും നല്ലതിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി ഇത്രേ ചെയ്യാൻ സാധിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ ദുഃഖമുണ്ട്. 2020 മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ നന്മയുമാണ്. 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 2020
കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള 5ഓളം പഞ്ചായത്തുകളിലാണ് 2020 ഭരിക്കുന്നത്. അക്കാലം അത്രയും LDFO UDFO മാറി ഭരിച്ച പഞ്ചായത്തുകൾ 2020 അധികാരം ഏറ്റെടുക്കുന്നതോടുകൂടി നമ്മളുടെ ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യം അഴിമതി രഹിതമായ വികസനം എന്നുള്ളതാണ്. ഓരോ പഞ്ചായത്തിലെയും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജനങ്ങൾ കൊടുക്കുന്ന നികുതി വരുമാനം കൊണ്ട് മാത്രം നമുക്ക് ആ പഞ്ചായത്തിനെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനെ സ്വർഗതുല്യമാക്കി മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അത് തെളിയിച്ച പ്രസ്ഥാനമാണ് 2020. ഇപ്പോൾ കിഴക്കമ്പലം മാത്രം എടുത്തു നോക്കിയാലും 172ഓളം ഹെഡിലൂടെ ഈ വരുമാനങ്ങളെ മുഴുവൻ രാഷ്ട്രീയക്കാർ എഴുതിയെടുക്കുകയായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്ന ശേഷം അത് 72 ഹെഡിലൂടെയാക്കി മാറ്റി. ഇപ്പോൾ നമ്മൾ റോഡുകളെല്ലാം നമ്മൾ വീതി കൂട്ടി. റോഡുകൾ വീതി കൂട്ടുക എന്നുള്ളത് നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമാണ്. അതോടുകൂടി ഒരുപാട് ഗോഡൗണുകളും വ്യവസായ കേന്ദ്രങ്ങളും കിഴക്കമ്പലത്ത് വന്നു. വ്യവസായങ്ങളും അതുപോലെ തന്നെ വ്യവസായ കേന്ദ്രങ്ങളും വന്നതോടുകൂടി നികുതി വരുമാനവും വർദ്ധിച്ചു. നിലവിലുള്ള റോഡുകൾ വളർത്തുന്നതോടൊപ്പം തന്നെ തോടുകൾ, മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെയധികം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ വീടുകളിൽ നമുക്ക് സ്വാശ്രയ രംഗത്തേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് വളരാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് എന്താണോ വളർത്താൻ കഴിയുന്നത്, ആടാണോ കോഴിയാണോ താറാവാണോ, അത് നമ്മൾ സംലഭ്യമാക്കുകയാണ്. ഇപ്പോൾ പോത്തുകുട്ടികളുടെ വിതരണമായിക്കോട്ടെ, ഫല സസ്യങ്ങളുടെ വിതരണമായിക്കോട്ടെ, എല്ലാ ദിവസവും എന്നോണം വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ ഓരോ വീടുകളിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നാടിനെ നമ്മൾ സ്വർഗതുല്യമാക്കി മാറ്റുകയാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ സമീപമായിട്ട് തന്നെയുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് തുതിയൂര്. ആ തുതിയൂരിൻ്റെ പ്രദേശങ്ങളും മറ്റ് വിവിധ ഭാഗങ്ങളിലും ഇപ്പോഴും ഗ്രീൻ സോണാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പല പ്രാവശ്യം പല വേദികളിലും മുഖ്യമന്ത്രിക്ക് വരെ നമ്മളതിന് പരാതി കൊടുക്കുകയുണ്ടായി, ഈ ഗ്രീൻ സോൺ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 12,000 ഏക്കർ സ്ഥലത്തോളം അവിടെ വെറുതെ തരിശു ഭൂമിയായി കിടക്കുകയും യാതൊരു പ്രയോജനമില്ലാണ്ട് പുഴുക്കളും മറ്റ് കൊതുക് ശല്യവുമായിട്ട് ജനങ്ങൾ പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് തുതിയൂർ മേഖല. ആ ഗ്രീൻ സോണ് ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ഏകീകൃതമായിട്ടുള്ള അഭിപ്രായം. അതിനുവേണ്ടി ഞങ്ങളുടെ സംഘടന നിരന്തരമായി ശ്രമങ്ങൾ നടത്തുകയുണ്ടാവും. അത് തൃക്കാക്കരയ്ക്കും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്ക് ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിന് യൂസ് ചെയ്യാവുന്നതും തൃക്കാക്കര ഡെവലപ്മെൻറ്റ് വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ ആണ് അവിടെ ബസ്സിൻ്റെ ബുദ്ധിമുട്ട്. അവിടെ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ 8 ബസ്സോളം പൂർണ്ണമായും യാത്ര ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഒരു ബസ് പോലും ആ റൂട്ടിൽ ഓടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് സ്ത്രീകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അതിനും ഞങ്ങൾ പരിഹാരം എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. വെള്ളം രൂക്ഷമായ വെള്ളത്തിൻ്റെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. അത് വളരെ പെട്ടെന്ന് പരിഹരിക്കേണ്ടതായ ഒരു സംഭവമാണ്. കൂടാതെ നമ്മൾ ഏറ്റവും ഭയങ്കരമായി അനുഭവിച്ച ഒരു കാര്യമാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബ്രഹ്മപുരം ഇഷ്യൂ. അത് ഇവിടെയുള്ള ആർക്കും മറക്കാൻ പറ്റില്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടു എത്രയധികം പോയ്സണസ് ആയിട്ടുള്ള എയറാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇന്ന് ഈ മേഖലയിലുള്ള ഫ്ലാറ്റിലുള്ള പല ആൾക്കാരും ശ്വാസകോശത്തടസ്സം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആരും അതിനെപ്പറ്റി ഓപ്പണായിട്ട് പറയുന്നില്ലെങ്കിലും അനേകം പേര് പൾമിനറി ഡിസീസസിന് അടിമയായിട്ടിരിക്കുന്ന ആൾക്കാർ ഈ ഏരിയയിലുണ്ട്. ഇതെല്ലാം പരിഹരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്.